ചേട്ടാ 5 ചായ പോട്ടെ. അല്ല ചായക്കൊപ്പം കടിയൊന്നും വേണ്ടേ? തൽക്കാലം കടി വേണ്ട, കുടി മാത്രം മതി. കതിരാമൻ മോശമാണ്. ആയിക്കോട്ടെ. അല്ല അതാരാ വരുന്നേ? നീ വരുന്ന വലിയൊരു കോടീശ്വരൻ. പാവം. 1 അല്ല 2 അല്ല 25 കോടിയാ. അവസാനം പാവം ഇങ്ങനെയും ആ ഇതാരും നമ്മുടെ ദേവൂട്ടിയോ? ഇന്നലെ ദേവൂട്ടിയുടെ ടിക്കറ്റിന് എനിക്ക് 1000 രൂപ ഉണ്ടായിരുന്നു. എനിക്ക് 5000 ഉണ്ടായിരുന്നു. അറിയില്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചു. ഇന്നത്തെ ദാ പൈസ. മോളെ ലക്ഷ്യം പിഴച്ചു പോയല്ലോ. അവൻ ഇങ്ങ് വരട്ടെ. നിന്റെയൊക്കെ ഈ മൊബൈലിലുള്ള കളി ഞാനിപ്പോ നിർത്തിത്തരാം. ഒന്ന് ചുമ്മാ ഇരി അമ്മേ. ഈ അമ്മ ഇങ്ങനെ നീ ഒരൊറ്റ ഒരുത്തരും ഈ പിള്ളേരെ വഷളാക്കുന്നേ. ഇവരുടെ സഹോദരങ്ങളല്ലേ അമ്മേ? ഇവരെന്നോടല്ലാതെ ആരോടും അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരാണോ? എന്തെങ്കിലും ചെയ്യും. ഈ സ്നേഹം എന്നും ഇങ്ങനെ കണ്ടാ മതി. ഇതിലുള്ള അമ്പിളിമാമനേക്കാൾ എത്രയോ മനോഹരമാണമ്മേ ചേട്ടനോട് ചേർന്ന് ഇരിക്കുന്ന ഞങ്ങളെ കാണാൻ. എന്താ നീ ആലോചിച്ച് കിടക്കുന്നത്? എഴുന്നേൽക്കൂ. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ എങ്ങനെ കഴിച്ചിരുന്നത്. അത് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യവുമില്ല. ആ സ്നേഹം നെല്ല് പോലെയാണ്, വിതച്ചാലാണ് മുളയ്ക്കുക. എന്നാൽ അഹങ്കാരം പുല്ലുപോലെയാണ്, ഒന്നും ചെയ്യാതെ തന്നെ മുളച്ചു വരും. പ്രണയലഹരി വീണുപോയാൽ അവരുടെ മുന്നിൽ മറ്റൊന്നുമില്ല. MDMനേക്കാൾ മാരകമായ ലഹരിയാണ് പ്രണയം. വേണ്ട, വിട്ടേക്ക്. ചേച്ചിയുടെ അവസ്ഥ നമ്മളായിട്ട് വരുത്തിയല്ലോ മോനെ, അവൾ സ്വയം വരുത്തി വെച്ചതല്ലേ. ഇറങ്ങി പോകുമ്പോ അവൾ ഒരു നിമിഷം നമ്മളെ പറ്റി ഓർത്തില്ലല്ലോ. എനിക്ക് അവളെ ഒന്ന് കാണണം. ചേച്ചിനെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ എന്റെ ഹൃദയം പൊടിഞ്ഞു പോയി അമ്മേ. ഒന്നുമില്ല മോനെ. എവിടെ പോകുന്നു നീ?
ഒരു ചായ. അമ്മേ, ഞാൻ തിരികെ വരുമ്പോൾ എന്നോട് പോരാളികളും ഉണ്ടാവും. എന്തായിരിക്കും അവൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്താവാൻ, അവനും അവന്റെ വഴി തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കില്ല അച്ഛാ. അങ്ങനെ ആയിരിക്കില്ല എന്റെ ഭഗവാനെ. മുത്തശ്ശ, വാങ്ങിക്കോളൂ മോളെ, എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ഉപകരിക്കും. ഭാഗ്യമില്ലാത്ത നിർഭാഗ്യവാനാ. ഭാഗ്യദേവത കടാക്ഷിച്ചപ്പോൾ സ്നേഹം നടിച്ചടുത്തുകൂടിയവരെല്ലാം വീതം വെച്ചെടുത്തപ്പോൾ ഞാൻ മാത്രം തനിച്ചായി. ഉണ്ടായിരുന്ന വീടും പറമ്പും അവസാനം ബാങ്കുകാർ ജപ്തി ചെയ്തു കൊണ്ടുപോയി. ഇപ്പോൾ എനിക്ക് ഈ ലോകം തന്നെ തറവാണ്. ശാപം കിട്ടിയ മുതലാ. അതുകൊണ്ട് ആരും രക്ഷപ്പെടില്ല മോളെ, ആരും രക്ഷപ്പെടില്ല, ആരും രക്ഷപ്പെടില്ല, ആരും രക്ഷപ്പെടില്ല, ആരും രക്ഷപ്പെടില്ല. നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് എന്ത് കൊണ്ടുവന്നടി? ഒരനാഥക്കുട്ടി. ഞാനിവിടെ ഒരു വേലക്കാരിയെ പോലെ കഴിഞ്ഞോളാം. വേറൊരു വീടില്ലെന്ന് അറിയാലോ. ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്. മോളെ, എന്റെ പൊന്നു മോളെ, ചേച്ചി, എന്റെ പൊന്നു മോളെ. മോളെ, മക്കളെ, എടാ ബാല, എന്താണ് എവിടാ ദേവൂട്ടി? മോളെ ദേവൂട്ടി, നമ്മുടെ ദേവൂട്ടിയുടെ കയ്യിൽ നിന്ന് ടിക്കറ്റാണോ ഒന്നാം സമ്മാനം? നിന്നോട് ആരും പറഞ്ഞു? നമ്മുടെ ചാക്കടക്കാരൻ കണ്ണൻ ചേട്ടൻ ടിക്കറ്റ് എടുത്തത് നമ്മുടെ ദേവൂട്ടിയുടെ ആ സീരീസിലാണ് ഒന്നാം സമ്മാനം. നീ ആർക്കാ ടിക്കറ്റ് കൊടുത്തത്? എനിക്കറിയില്ല ഏട്ടാ. മോളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ദേവുട്ടിയുടെ ടിക്കറ്റ് എടുത്ത് പറ്റിയില്ല. എവിടെയാ ടിക്കറ്റ്? പിന്നെ എവിടെ പോയി? നീ ആർക്ക് കൊടുത്ത ടിക്കറ്റ്? വേണടാ മോനെ, വിട്ടേക്ക്. അത് അവന് വിധിച്ചിട്ടുള്ള. എന്റെ മോക്ക് ഭാഗ്യമില്ല. അങ്ങനെ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അവക്ക് ഗതി വരില്ലാണല്ലോ. മോളെ ദേവൂട്ടി, ദേവൂട്ടി എന്നോട് നീ ക്ഷമിക്കണം. ക്ഷമ? നിങ്ങൾക്ക് എന്നോട് പ്രണയമായിരുന്നില്ല, ശരീരത്തോടുള്ള കാമം മാത്രം. ക്ഷമ എന്ന വാക്ക് കേട്ട് മയങ്ങി വീഴുന്നവളല്ല ഈ ദേവൂട്ടി. ഇന്ന് എനിക്ക് വലുത് ഇവരാണ്, എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും. ഇതിനപ്പുറം എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല.